നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ബാത്റൂം വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് നമ്മുടെ മുമ്പത്തെ ബാത്റൂം ക്ലീനിങ് വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളൊരു അടിപൊളി ട്രിക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സത്യം പറയാലോ, വിശ്വസിക്കാൻ പറ്റിയില്ല, അത്രയും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഉരച്ച് കഴുകാനോ ബുദ്ധിമുട്ടാനോ ഒന്നും നിൽക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അവർ പറഞ്ഞെന്ന ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു സ്പ്രേ ഉണ്ടാക്കുക. ആ സ്പ്രേ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതി കേട്ടോ. ഉരച്ച് കഴുകാനോ അങ്ങനെ ഒരുപാട് സമയമെടുത്ത് ബുദ്ധിമുട്ടാനോ ഒന്നും നിൽക്കണ്ട. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിതാ വേറൊരു ട്രിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൈ തൊടാതെ നമുക്ക് ക്ലോസറ്റ് ക്ലീൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞു തന്ന ആ ഒരു സ്പ്രേ വെച്ചിട്ട് നമുക്ക് ക്ലോസറ്റും ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് ക്ലോസറ്റ് നല്ല പോലെ കറയും നല്ല പോലെ വൃത്തികേടായിട്ടുള്ള ക്ലോസറ്റൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ക്ലോസറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലോ ഈ ക്ലോസറ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് ക്ലീൻ ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ മടിയൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന നല്ലൊരു മെത്തേഡാണിത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഉരച്ച് കഴുകാനോ അങ്ങനെ ഒന്നും നിൽക്കണ്ട, വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു ബാത്റൂം ക്ലീനിങ് വീഡിയോയിൽ ക്ലോസറ്റിൻ്റെ ഈ ഒരു ട്രിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇതിലേക്ക് ഇതാ 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്ലോറക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം ക്ലോറക്സും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ടിഷ്യൂ പേപ്പർ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ ഫ്ലഷ് അടിക്കുന്ന സമയത്ത് അതിങ്ങനെ തുടച്ച് പോകുന്ന പോലെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അധികം അഴുക്കൊന്നും ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഒഴിവാക്കാം. പിന്നെ അത് ക്ലോസറ്റിൻ്റെ പൈപ്പൊക്കെ അടഞ്ഞു പോകുമെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും ഉണ്ടാവില്ല കേട്ടോ, ടിഷ്യൂ പേപ്പറൊക്കെ അലിഞ്ഞു പോയിക്കോളും. അപ്പോൾ ഇതാ ക്ലോറക്സും കൂടെ ഇട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ നേരം മൂടി വെക്കാം. അതിനുശേഷം വന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ഫ്ലഷ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ബാത്റൂം ഈ ക്ലോസറ്റ് ഇതാ നല്ല പോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല യെല്ലോ കളറിലാണ് ഉണ്ടായിരുന്നത്. കൈ പോലും തൊടാതെ നമുക്ക് ക്ലോസറ്റ് ഇതാ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു മാജിക്കൽ സ്പ്രേ ഉണ്ടാക്കാം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒന്നുകിൽ സോപ്പ് പൊടി അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ഇതുപോലുള്ള ഏതെങ്കിലും ലിക്വിഡ്. നമുക്ക് സോപ്പ് പതയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏതെങ്കിലും എടുക്കുക. അപ്പോൾ ഞാനിതാ സോപ്പ് ലിക്വിഡ് ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഷേക്ക് ചെയ്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്ലോറക്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഡിഷ് വാഷ് ലിക്വിഡിന് പകരം സോപ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ക്ലോറക്സ് ആണ്. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുത്ത ആ ഒരു സൊല്യൂഷൻ ഇല്ലേ, അതിൻ്റെ അതേ അളവിൽ വേണം കേട്ടോ ക്ലോറക്സും എടുക്കാൻ. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ആ ഒരു സോപ്പ് ലിക്വിഡിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കിയെങ്കിൽ 1/2 ഗ്ലാസ് ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ 1 ഗ്ലാസ് ക്ലോറക്സ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. രണ്ടും ഈക്വലായിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ കുപ്പിയിലേക്ക് ക്ലോറക്സ് നിറച്ചിട്ടുണ്ട്. ക്ലോറക്സ് ഒഴിച്ചപ്പോൾ ആ ഒരു ഗ്രീൻ കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സ്പ്രേ ആണ് നമ്മൾ ബാത്റൂമിൽ മുഴുവനായിട്ടും സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. ഈ ഒരു സ്പ്രേ ഉണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ഉരച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട, വളരെ എളുപ്പം നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ക്ലോസറ്റിലും ചെയ്യാം കേട്ടോ. ഞാൻ ക്ലോസറ്റിൻ്റെ വേറൊരു വീഡിയോ അതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം ആദ്യം തന്നെ. അപ്പോൾ ഞാൻ ആദ്യം ഇത് ക്ലോസറ്റിലാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ബാത്റൂം മുഴുവനായിട്ടും ഈ ഒരു സ്പ്രേ തന്നെ മതിയാവും. അപ്പോൾ ഇതെനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളൊരു ടിപ്പായിരുന്നു കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമുക്ക് നല്ല ഡീപ്പ് ക്ലീനിങ് ഉള്ള ദിവസങ്ങളിലല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ.
ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് കൈ വെച്ചിട്ട് ഉരച്ച് കഴുകിയാൽ മതി. അല്ലെങ്കിലൊക്കെ നമുക്ക് ഫുൾ ടൈം ഇതുപോലെ ചെയ്യാം. നല്ല സിമ്പിളാണ്. അപ്പോൾ ഞാനിത് ആദ്യം ക്ലോസറ്റിൽ മുഴുവനായിട്ടും സ്പ്രേ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇതാ വാൾ ടൈലിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ടാപ്പുകളിലും എല്ലാ ഭാഗത്തും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ, ഇതാണെങ്കിൽ ചെറിയൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ, കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയും. ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫറൻസ് മനസ്സിലാവുണ്ടാവില്ല. അതായത് ഒരുപാട് അഴുക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ എന്തായാലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മുടെ വീഡിയോയിൽ അത്ര റിസൾട്ട് കണ്ടില്ലെങ്കിൽ ഒരുപാട് അഴുക്കില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക്, പിന്നെ ലൈറ്റിനും ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ടൈൽസിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കറ പോലെ ഉണ്ട്. അവിടേക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കൈ ഉപയോഗിച്ച് കഴുകൊന്നും വേണ്ട. ഒരു അരമണിക്കൂറിന് ശേഷം വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കമൻറ്റ് ചെയ്ത് തന്ന ആൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആളുടെ ആ ഒരു ഐഡി ഞാനിവിടെ വെക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു സൊല്യൂഷൻ ക്ലോസറ്റിലേക്ക് ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴേക്കും കറകളൊക്കെ ഇളകിയിട്ടുണ്ടാവും. പിന്നെ നമുക്കധികം പണിയൊന്നുമില്ല. വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്നാണ് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് ടാപ്പൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകുകയാണ്. അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്നങ്ങോട്ട് തുടച്ചെടുക്കുമ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഈ ടിഷ്യൂ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അതിലിങ്ങനെ തുരുമ്പ് പിടിച്ച കറ പോലെയൊക്കെ കണ്ടോ. ജസ്റ്റ് നമുക്കിനി വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴുകിയെടുത്താൽ മതി. ക്ലോസറ്റ് ഇതുപോലെ ഫ്ലഷ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ ഒരു ട്രിക്ക്. നമ്മൾ ഒരുപാട് ബാത്റൂം ക്ലീനിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഒന്നും കൂടെ ബെസ്റ്റായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അഴുക്ക് പിടിച്ച ബാത്റൂമിലൊക്കെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്താൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ജെന്യൂനായിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.